വേണ്ട വേണ്ട, പപ്പ ഇനി പുതിയ കള്ളക്കഥകളൊന്നും ഉണ്ടാക്കി പറയാൻ നിൽക്കണ്ട. ഞങ്ങൾക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ പപ്പ. അതെ പപ്പ, ഞങ്ങള് വരുമ്പോ അവര് ബോധമില്ലാതെ കിടക്കുന്ന പപ്പയുടെ വായില് മദ്യം ഒഴിച്ചു കുടിപ്പിക്കുകയായിരുന്നു. അതെ, പക്ഷെ എന്തിന്? അത് നിങ്ങൾ അന്വേഷിച്ചോ? ആ ഇല്ല, ഞാനിപ്പോ ജീവനോടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് അവര് കാരണ. അറിയാവോ? എന്താ പപ്പ, എന്താ ഉണ്ടായത്? പറയാ. ഇന്നലെ കോളേജിൽ പഠിച്ച എന്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്നിരുന്നു. കോളേജിലോ? പപ്പ എപ്പോഴാ കോളേജിൽ പഠിച്ചത്? ഞാനല്ല, കോളേജിൽ പഠിച്ചിട്ടുള്ള എന്റെ ഒരു സുഹൃത്ത്. എന്താ അയാളുടെ പേര്? പേര് പ്ലാച്ചിമൂട്ടിൽ ശശി. എന്താ? എന്നിട്ട് ഒരുപാട് യാത്ര ചെയ്യുന്നവനാ പ്ലാച്ചിമൂട്ടിൽ ശശി. യാത്രക്കിടയിൽ ഏതോ കാട്ടിൽ വെച്ച് ഒരു കാട്ടുമൂപ്പന് അവൻ കുറച്ച് ചാപ്പണം പുകയില കൊടുത്തപ്പോൾ ആ മൂപ്പൻ അവന് തിരിച്ചൊരു സമ്മാനം കൊടുത്തു. പപ്പാ, എന്തോ? ഈ കാട്ടുമൂട്ടിലെ ശശി കാട്ടുമൂട്ടിലോ ആട്ടിൻകൂട്ടിലൊന്നും അല്ല, പ്ലാച്ചിമൂട്ടിൽ ശശി. പ്ലാച്ചിയെങ്കിൽ പ്ലാച്ചി. അയാള് കാട്ടുജാതിക്കാരനാ? മതി, ഞാൻ പറയുന്നില്ല. ഷളി, നീ ഒന്ന് ചുമ്മാതിരിക്കെ. പപ്പ പറയൂ. മൂട് പോയെന്നേ. ശരി, ഞാൻ മിണ്ടുന്നില്ല. മൂപ്പൻ ശശി കൊടുത്ത സമ്മാനം എന്താണെന്ന് അറിയാവോ? ഒരു കുപ്പി വാറ്റുചാരായം. അവനിവിടെ വന്നപ്പോൾ അതെനിക്ക് തന്നിട്ട് തിരികെ പോയി. കാട്ടിലേക്കാ? അയ്യോ. ശരി പറ. ഇന്നലെ വൈകുന്നേരം നിങ്ങളെക്കുറിച്ച് ഓർത്ത് ദാ ഈ ഫോട്ടോയിലേക്ക് ഇങ്ങനെ നോക്കി നിന്നപ്പോ എനിക്കെന്തോ ഒരല്പം മദ്യപിക്കണം തോന്നിപ്പോയി. ദാ ആ മേശപ്പുറത്ത് പ്ലാച്ചിമൂട്ടിൽ ശശി തന്ന വാറ്റുചാരായം എന്നെ മാടി വിളിച്ചു. കൂട്ടുകാരൻ തന്നതല്ലേ, നിങ്ങൾ അടുത്തില്ലാത്തതിന്റെ വിഷമവും. ഒരു കവിളി ഞാൻ കുടിച്ചു കഴിഞ്ഞത് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ ശിരകളിൽ വൈദ്യുതി പ്രവാഹം വീണുപോയി ഞാൻ. അയ്യോ മോളെ, ഞാനീ ഈ പപ്പയോട് ക്ഷമിക്കൂ. പപ്പ മരിച്ചു. ദൈവം അയച്ച 2 മാലാഖമാരെ പോലെ അവർ കൃത്യസമയത്തെത്തി. സാറേ, അയ്യോ, ഇനി വല്ല ബ്ലഡ് ക്യാൻസറോ കോട്ടയത്തെ പുണ്യാളോ? അയ്യോ, ഫോണാണല്ലോ അടിക്കുന്നത്. ഹലോ, ഡോക്ടറാണോ? അല്ലേ? ഞാൻ പ്ലാച്ചിമൂട്ടിൽ ശശിയാണ്. ഞാൻ ജോൺ സാറിന് കൊടുത്ത മദ്യം അത് വിഷമദ്യമായിരുന്നു. അയ്യോ, ഞാനത് ഇപ്പോഴാണ് അറിയുന്നത്. അത് കഴിക്കരുതെന്ന് പറയണം. വേണ്ട, ചെയ്യില്ലേ? അയ്യോ, എന്റെ ദൈവമേ, നമ്മുടെ ജോൺ സാറിനൊന്നും സംഭവിക്കില്ലേ? എന്താ? ആരാ? ബ്രദറെ, പ്ലാച്ചിമൂട്ടി ശശി ഇപ്പൊ വിളിച്ചിരുന്നു. സാറിന് കൊടുത്തത് വിഷമദ്യമാണെന്ന്. എന്റെ സാറിന്റെ മക്കൾ ശേലിക്കും ആനിക്കും ആരാ ഉള്ളത്? വഴിയുണ്ട്. എന്ത് വഴി? ബ്രദറിന്റെ പണമല്ലോ ഉണ്ട്. 3-4 കോടി കാണും, പക്ഷെ ഒക്കെ ബാങ്കിലാ. ഇന്ന് പക്ഷെ എടുക്കാൻ പറ്റില്ല. ടുഡേസ് ഹോളിഡേ. ഓ, ഇന്ന് ടുഡേ ആണല്ലോ. അതെല്ലോ. വേറെ വഴിയുണ്ട്. സാറ് നോക്കണം, ഒരു കുഴപ്പമുണ്ടായിരുന്നു. കൃത്രിമമായ അന്ധവിശ്വാസം കൊടുത്തോളൂ. ഓ, ആർട്ടിഫിഷ്യൽ എയർ. ഈശ്വര, വെടിയുണ്ടാണല്ലോ ഏറ്റിരിക്കുന്നത്. അത് മർമ്മസ്ഥാനത്ത് തന്നെ. അയ്യോ, ഇതൊന്നും കൊടുത്തേ. ഇത് കണ്ടാ മനസ്സിലാവില്ല. ബ്രാൻഡി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേ. അത് ശരി. അപ്പൊ സാറിന് വെള്ളം അടിക്കാതെ അസുഖം വരുന്നല്ലേ? നീ അങ്ങോട്ട് കൊടുക്കണേ. വിഷമദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മറുമരുന്ന് ബ്രാൻഡി ആണെന്ന് വൈപ്പിൻ വരുന്ന സമയത്ത് ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുള്ളത്. അത് ഭക്ഷണത്തിന് ശേഷം, അത് ഭക്ഷണത്തിന് മുമ്പ്. എന്റെ ജീവൻ രക്ഷിക്കാനുള്ള അവരുടെ ഭഗീരഥ പ്രയത്നത്തിനിടയിലാണ് നിങ്ങൾ വന്ന് കയറിയത്. ഇതാണ് ഇന്നലെ രാത്രിയിൽ സത്യത്തിൽ സംഭവിച്ചത്. എന്താ, നിനക്കെന്നെ വിശ്വാസമായില്ല അല്ലേ? നീ ഒന്ന് ചുമ്മാതിരിക്കെ ഷളി. എന്നിട്ട് ഇപ്പൊ പപ്പായ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? പൊട്ടിക്കളി, നീ പൊട്ടക്കഥ വിശ്വസിച്ചോ? വേണ്ട, നീ ഒന്നും പറയണ്ട. അതേ മോളെ, പപ്പ ചെമ്പെടുത്ത് കാണിച്ചാലും അവള് ചങ്കരത്തി പോവാന്നേ പറയൂ. ഓ, എനിക്ക് വല്ലാത്തൊരു വിഷമം. ഒന്ന് കിടക്കണം. പപ്പ, ഇനി ഓവർ ആക്ട് ചെയ്ത് ഇല്ലാത്ത അസുഖമൊന്നും വരുത്തി വെക്കണ്ട. ഞാൻ വിശ്വസിച്ചു പോരെ. പിന്നെ ഒരു കാര്യം ഉറപ്പായി, പപ്പയുടെ ഈ കോബ്രകൾ അത്രയ്ക്ക് വിഷമുള്ള കൂട്ടത്തിലല്ല. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പപ്പയുടെ ഭാവന ഇത്രയ്ക്ക് അങ്ങോട്ട് പീലി വിടർത്തി ആടില്ലായിരുന്നല്ലോ, അല്ലേ? അപ്പൊ പപ്പ പറഞ്ഞതൊക്കെ നുണയാ? കുറച്ച്. വേണ്ട, പിണങ്ങാതെ. നീ എന്റെ ചക്കരയല്ലേ? മോളെ, എന്നാ പിന്നെ ഞാൻ അവരെ ഇങ്ങോട്ട് തന്നെ വിളിച്ചോണ്ട് വന്നോട്ടെ? പ്ലീസ്. താങ്ക് യു. സാറുമാരും മറുപടി ഒന്നും പറഞ്ഞില്ല. എന്ത് മറുപടി പറയാൻ? ഞങ്ങളങ്ങൂല്ല. അവളുമാർക്ക് തോന്നുമ്പോ ഇറക്കി വിടാനും തോന്നുമ്പോ തിരിച്ചു വിളിക്കാനും ഞങ്ങൾ അവരെ കളിപ്പുള്ളിയൊന്നുമല്ല, അല്ലേ ബ്രദറെ?
കോൺസെൻട്രേറ്റ് ചെയ്യ് ബ്രദറെ. ബ്രദറെ ഇതൊരുമാതിരി കോയിലടിയായി പോട്ടാ. സാറേ അതൊക്കെ വിട്. പോടാ പട്ടി, എന്റെ പല്ലളകി. അതല്ല, ആ പെണ്ണുങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത്. ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാരാ? അതപ്പോ ഭാര്യ ഭർത്താക്കന്മാരായി ആയില്ല, ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോ അപ്പൊ ചിലപ്പോ ഇതൊക്കെ ഉണ്ടാവും. അതെ, അതിന്റെ ഒരു റിഹേഴ്സലായിട്ട് ഇത് കൂട്ടിയാൽ മതി. എന്തായാലും അവര് കരഞ്ഞ് മാപ്പ് പറഞ്ഞ് വിളിച്ച സ്ഥിതിക്ക് മാപ്പ് പറഞ്ഞു ആര്? അല്ല, ഉണ്ടാവുമല്ലോ. ഇല്ലേ നിങ്ങളെ വിളിച്ചുകൊണ്ടുവരാൻ ജോൺ സാർ ഇത്ര ധൈര്യമായിട്ട് പറയൂ? എന്നാ പിന്നെ പോയാലോ ബ്രദറെ? ഹേയ്, വിളിച്ച ഉടനെ ഓടിച്ചെന്നാ ശരിയാവില്ല. വെയിറ്റ് പോവും അല്ലേ? വൈകിട്ട് രണ്ടെണ്ണം അടിച്ചിട്ട് പോ. ദാ. അയ്യോ, നമ്മള് വെള്ളോടി നിർത്തിയില്ലേ ബ്രദറെ? എന്തിന്? ആർക്ക് വേണ്ടി? നിങ്ങൾ അവിടെ തന്നെ നിൽക്കുവാണോ? വാ ബ്രദറെ. അനങ്ങണ്ട, സ്റ്റാച്ചു ആയിട്ട് നിന്നാ മതി. അവളുമാരൊന്ന് കാല് പിടിച്ച് മാപ്പ് പറയട്ട. വാ. അവരവിടെ ഒച്ച വെക്കരുത്, അവരുറങ്ങി. നിങ്ങൾ വാ. കുഴപ്പമാവൂ? കുഴപ്പാവൂ. ശബ്ദം ഉണ്ടാക്കാതിരുന്നാ മതി. വാ വാ വാ. അതെ, നിങ്ങൾ വല്ലതും കഴിച്ചോ? ഇല്ല. സാരമില്ല, റൂമിൽ വെള്ളമുണ്ട്, അത് കുടിച്ചിട്ട് കിടന്നു. ചെല്ല് ചെല്ല്. ശബ്ദം ഉണ്ടാക്കട്ടെ. നിക്ക. ഈശോ. മദ്യപിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല. കണ്ടാലറിയാം, കുറച്ച് ഗുണ്ടായിസൊക്കെ ഉണ്ടല്ലേ. അടിയോ ഇടിയോ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇങ്ങോട്ട് കയറി വന്നേക്കരുത്. ഓ, അങ്ങനെ എന്തേലും ഉണ്ടായിന്ന് അറിഞ്ഞാ ആ നിമിഷം ഇവിടെ ഇറക്കി വിടും. പറഞ്ഞേക്കാം. ചെല്ലേ. ഓ, ഗുഡ് നൈറ്റ്. എന്ത് ഇത്? ജയില? വെള്ളം അടിക്കാൻ പാടില്ല, വീട് വലിക്കാൻ പാടില്ല. എനിക്കിടെ പ്രാന്ത് കറികളുണ്ടല്ലോ. ഒന്നുമില്ല ബ്രദറെ, ഒക്കെ ശരിയാവും. കുടിക്കും. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സിസ്റ്റർ താനെ ശരിയായിക്കോളും. എന്ത് കല്യാണം? പള്ളി പറഞ്ഞാ മതി. എനിക്ക് വേണ്ടവളെ ഭദ്രകാളി. ബ്രദറിന് കറക്റ്റ് മാച്ചാ. ബ്രദർ കെട്ടിക്കോളെ. അയ്യേ, ബ്രദർ എന്തായി പറയുന്നത്? അത് ബ്രദർ കെട്ടാൻ പോണ പെണ്ണ. ഞാൻ ആ കുട്ടിയെ സിസ്റ്ററായിട്ട് കണ്ടുപോയി. ബ്രദർ വെള്ളം കുടിക്കും. അല്ല, ബ്രദർ വെള്ളം കുടിക്കും. മാത്രമല്ല, അത് ബ്രദറിന് പറ്റിയ പെണ്ണ് തന്നെയാ. ബ്രദറിനെ ഒന്ന് വഴക്ക് പറയാനോ ഒന്ന് പേടിപ്പിച്ച് നിർത്താനൊക്കെ അവള് തന്നെ വേണം. പിന്നെ പേടിപ്പിക്കാൻ ഇനി വരട്ടെ. എന്റെ ശരിക്കുള്ള സ്വഭാവം അറിയില്ല. ചവിട്ടിയെടുത്ത് പുറത്തിടില്ല. എന്താ? അപ്പൊ ഉറങ്ങിയോ? അല്ല, ആരെയാ ചവിട്ടി പുറത്തിടുമെന്ന് പറയുന്നത് കേട്ടല്ലോ. എന്നെയാണോ? കാല് തുടക്കാൻ ഒരു ചവിട്ടിയെടുത്ത് പുറത്തിടുമെന്ന് പറയായിരുന്നു ബ്രദറിനോട്. മുടി മുഴുവൻ പൊറിയാകുമേ. ബ്രദറെ, മുറി മുഴുവൻ പൊറി. മുറി മുഴുവൻ പൊടിയാകുമേ. ആ ശരി, നിങ്ങൾ കഴിച്ചതാണോ? ഒരു ചെറുത്. അതല്ല, ഭക്ഷണം കഴിച്ചതാണോന്ന്. അതെ, ഒരു ചെറുതായിട്ടൊരു ഭക്ഷണം കഴിച്ചു. സത്യം പറ, കഴിച്ചോ? ചൈനീസ് ഫുഡ് കഴില്ല ബ്രദറെ. ശരി ശരി, താഴേക്ക് വാ. അയ്യയ്യയ്യയ്യയ്യ, എന്താ ബ്രദറെ ഇത്? നാണക്കേട്. എന്ത് കണക്കേട്? വിശന്നിട്ട് കണ്ണു കള്ളുക. ബ്രദർ വന്നില്ലേ? ഞാനങ്ങ് വരുന്നു. കഴിക്കണല്ലേ? ഞാൻ പോവാ. ബ്രദർ നല്ല കോഴി ഇറച്ചിയുടെ മണം. ബ്രദറെ